ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഡേ മൈ ലൈഫായിട്ട് ചെയ്യുന്നത് ഞാൻ രാവിലെ എണീച്ച് വന്ന് ആദ്യം കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പണിയൊക്കെ എടുക്കുക. ആദ്യം ഞാൻ കടല പുഴുങ്ങാനിട്ട് കിട്ടും. കടലയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി പുഴുങ്ങാൻ വെച്ചിട്ടോ. ഇന്ന് നല്ല വെറൈറ്റി ഒരു കടലക്കറി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പൂരിക്ക് കുഴച്ച് വെക്കാൻ പോയിട്ടോ. പൂരിക്ക് കുഴച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പൂരി ആയിരിക്കും. അങ്ങനെ പൂരിക്ക് കുഴച്ച് പൂരി ആക്കിട്ടോ. നല്ല നല്ല പൊന്തി വരുന്ന പൂരിയായിട്ട് നല്ല ടേസ്റ്റാണ് പൂരിയും കടലക്കറിയും. ഈ കടലക്കറി ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഈ കടലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ അരച്ച കടലക്കറി പോലത്തെ നല്ല ക്രീമി കടലക്കറിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പൂരി അങ്ങനെ ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂരി പരിപാടി ഏകദേശം കഴിയാറായിട്ടോ. ഞങ്ങൾ ചാടിക്കായിരുന്നു കേട്ടോ. ഭൂരി നല്ല ക്രീമി കടലക്കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഈ പരിപാടി കഴിയും. ഇനി എൻ്റെ ഏറ്റവും ഒരു ദിവസത്തെ എൻ്റെ ഏറ്റവും വലിയ പണി കടയാൻ കിടക്കുന്നത് മോൾക്ക് തിന്നാൻ കൊടുക്കാൻ പോകട്ടെ. മോൾക്ക് തിന്നാൻ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ആട്ടോ. ആദ്യം റൂമെല്ലാം വലിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പഠിക്കില്ലായിരുന്നു. അപ്പോൾ റൂമൊക്കെ വലിച്ച് വാരിയിട്ടേക്കുക. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നിട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇന്ന് എന്തായാലും ഉച്ചക്കൊന്നും വേണ്ട. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു വീട്ടുകൂടലുണ്ട്, അതിന് പോകണം. ഈ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടുകൂടലിനൊന്ന് മാറ്റാൻ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടുകൂടലിന് പോകട്ടോ. അവിടെ പോയി ഞങ്ങൾ കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നിട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നല്ല രസമുള്ള ബിരിയാണിയൊക്കെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് വന്നിട്ട് ഒരു 5 മണിയായപ്പം ഞങ്ങൾ പഴം വാട്ടിയതും ചായയും കുടിച്ചിട്ടോ. അതും കൂടി കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പിന്നെയും പൂരിയായിട്ട് ഉണ്ടാക്കിയിട്ട് പൂരീൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൂരിയും ചപ്പാത്തിയും ഉണ്ടായി. പിന്നെ അതിന് കോംബോ ആയിട്ട് കടലക്കറിയും മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കഴിച്ചിട്ടോ. മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.